ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ദി മാഡ് കപ്പിൾ. അപ്പോൾ ഇന്നൊരു നോർമൽ സൺഡേ പ്രമാണിച്ച് അപ്പോൾ ഇന്നൊരു നോർമൽ സൺഡേ ആയിട്ട് ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എന്തായാലും പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്ന് സ്പെഷ്യലായിട്ട് കുറച്ച് ഇന്ത്യൻ ബഫലോ വെക്കണം. പിന്നെ വൈകുന്നേരം ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങണം. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു പ്ലാൻ. അപ്പോൾ നോർമലി ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് ഒരു ചെറിയ വീഡിയോ ആണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. സൺഡേ നമ്മളൊരു 11 മണിക്കൊക്കെ എഴുന്നേൽക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കില്ല, ഉച്ചയ്ക്കത്തെ മാത്രമേ ഉണ്ടാവും. ഉച്ചയ്ക്കും വൈകിട്ടും പിറ്റേന്നത്തെയും. പിന്നെ ഔട്ടിങ്ങിനൊന്ന് വെറുതെ എവിടെയെങ്കിലും പോകണം. പാരാമൗണ്ടിൽ നിന്ന് വെച്ചതാണ്. പാരാമൗണ്ടിൽ നിന്ന് 2 ഫ്രഷ് മിൽക്ക് ചായ, അതെന്തായിരുന്നു? അപ്പവും കടലക്കറിയും. അത് ഇവിടുത്തെ അടിപൊളി അപ്പവും കടലക്കറിയും. ഇവരുടെ ഫേവററ്റ്. ഇത് കണ്ടു ഇവരുടെ ഈ ഒരു അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ പാരാമൗണ്ടിലെ അപ്പവും കടലക്കറിയും ഭയങ്കര നൈസ്. ഞായറാഴ്ചത്തെ മെയിൻ പണിയിലൊന്നും ഇതാ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വലിയ പാടില്ല. ഒരാഴ്ചത്തെ മൊത്തം ആക്ച്വലി ഞങ്ങൾക്ക് ഇന്ന് വേറെ വലിയ പ്ലാനൊക്കെ ആയിരുന്നു. നമ്മുടെ 2 സുഹൃത്തും അനിയനും ഒക്കെ ഇന്നിങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നത്. പക്ഷെ അനിയന് ഭയങ്കര പനിയായി. കൂട്ടുകാർ ഒരുത്തന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്, അതുകൊണ്ട് വരാൻ പറ്റാതെ അതുകൊണ്ട് ആ പ്ലാൻ എല്ലാം ഉപേക്ഷിച്ചു. അങ്ങനെ ഞങ്ങൾ 2 പേരും മാത്രമാണ്. അവർ വരുമായിരുന്നെങ്കിൽ പുറത്ത് പോകാൻ ഇവിടെ ഒരു ഫാമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ പോയി ഫാമൊക്കെ കാണണമെന്നൊക്കെയുള്ള പ്ലാന് എല്ലാം പോയി. ഞാൻ വീണ്ടും ഡയറ്റ് തുടങ്ങി ഗൈസ്. ഇത് ബ്രൊക്കോളി, മഷ്റൂം, ക്യാരറ്റ്, ഇത് 3 ഞാൻ ഇന്ന് കഴിക്കുന്നുള്ളൂ. മീൻസ് ഇത് ഞാൻ ഇതിൻ്റെ കൂടെ പനീർ, ക്യാപ്സിക്കം, അങ്ങനെ ഒത്തിരി സാധനങ്ങൾ ആഡ് ചെയ്യാം, കുക്കുംബർ. ഇത് ഞാൻ ജസ്റ്റ് വെള്ളത്തിട്ട് വേവിച്ചിട്ട് ഈ ഇഞ്ചിപ്പൊടി, അതുപോലെ വെളുത്തുള്ളിയുടെ പൊടി, കുരുമുളക്, നേരത്തെ ബട്ടറിൽ ടോസ്റ്റ് ചെയ്യായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തിട്ട് അത് മാറ്റിയിട്ട് അതിനകത്ത് ഒലിവ് ഓയിൽ മിക്സ് ചെയ്ത് ഉപ്പിട്ട് കഴിക്കും. ഇതിൻ്റെ കൂടെ മില്ലറ്റിൻ്റെ കുറച്ചൊരു ചെറിയ പോർഷൻ കൂടെ കഴിക്കും. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചുമ്മാ ഡയറ്റ് ഉള്ളപ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും ഇത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ബ്രൊക്കോളിക്ക് ഇൻഫ്ലമേറ്ററി കണ്ടൻ്റ് ഒക്കെ ഉണ്ട്, അപ്പോൾ അത് ഹെൽത്തിന് നല്ലതാണ്. ഇത് ഇന്നലെ നമുക്ക് ഇന്നലെ അല്ല, മിക്കപ്പോഴും ലുലുവിൽ ലോങ് ആൻഡ് ഫ്രൂട്ടിന് ഓഫർ ഉണ്ടാവും. ഇത് അബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം. ഏകദേശം റംബൂത്താൻ്റെ കൂട്ടൊക്കെ നല്ല തണുപ്പാണ് ഇത് കഴിക്കുമ്പോൾ. ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കഴിക്കുന്നത്. നാട്ടിൽ കിട്ടുമോ? ഇപ്പം ഏകദേശം എല്ലാം നാട്ടിൽ കിട്ടും. ഇതാണ് നമ്മുടെ ഇന്ത്യൻ ബഫലോ. ശരിക്കും നമ്മൾ ലുലുവിൻ്റെ ബോബി വീല് മേടിക്കാനാണ് പോയത്. പക്ഷെ അത് ഭയങ്കര ഡിമാൻഡ് ആയതുകൊണ്ട് സോൾഡ് ഔട്ട് ആയിപ്പോയി. പിന്നെ ഇങ്ങനെ കറങ്ങി നടന്ന അവസാനം ഇത് കിട്ടി. ഇത് നമ്മൾ ഇത് വെച്ച് എന്ത് ചെയ്യാനാ പോകുന്നത്? ഇത് നമ്മൾ ഫ്രൈ ആണ് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ അത് റോസ്റ്റ് ആയി മാറിയേക്കാം. ഉണ്ടാക്കി വരുന്ന പ്രോസസ്സിനനുസരിച്ച് ചിലപ്പോൾ ചേഞ്ച് ആവും. ചിലപ്പോൾ അവസരം കറി ആക്കി കളയുന്നു. ചിലപ്പോൾ തോന്നും എന്താ ഫ്രൈ ആക്കണം, ചിലപ്പോൾ തോന്നും റോസ്റ്റ് ആക്കണം. എന്തായാലും നമുക്ക് നോക്കാം. അതുകൊണ്ട് ആദ്യമേ ഡിഷൊന്നും പറയുന്നില്ല. ഉണ്ടാക്കി വരുന്ന വഴിക്ക് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പറയുന്നത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണത്. അതിനുശേഷം ഗരം മസാല, ഇങ്ങനെയാണ് മെയിൻ ഐറ്റം. കുരുമുളക് പൊടി, ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവസാനമായി കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ എന്തിനാ ഇത് വേവിക്കാൻ വേണ്ടി വെച്ചത്? നല്ല സോഫ്റ്റ് ആയതിന്റെ ഇന്ത്യൻ ബഫലോ നമ്മളെപ്പോഴും പാകിസ്ഥാൻ ബീഫും കെനിയൻ ബ്രസീലിയൻ ബീഫ് നല്ല ഇച്ചിരി ഹാർഡാണ്, പക്ഷെ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോ ഇത് ഇന്ത്യൻ ബഫലോ നല്ല സോഫ്റ്റ് കുഞ്ഞാത്തു. 5 വിസിൽ മതിയായിരിക്കും. അപ്പൊ ബീഫ് എന്തായാലും വെന്ത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ഇവരുടെ ഈ ഡയറ്റ് ഫുഡ് നമുക്ക് സെറ്റാക്കാം. ഇതാണ് ഗാർലിക് പൗഡർ. അടുത്ത ഐറ്റം ഉണ്ട് ഇഞ്ചിപ്പൊടി. വെളുത്തുള്ളിപ്പൊടിയും ഇഞ്ചിപ്പൊടിയും ഇട്ട് കഴിഞ്ഞു. അടുത്തത് മഞ്ഞപ്പൊടി. ഇനി എന്തെങ്കിലും പൊടി ബാക്കിയുണ്ടോ? കുരുമുളക് പൊടി. ഓക്കെ, ഇനി കുറച്ച് ഉപ്പ്. ഇനി ഇതിൻ്റെ മിക്സിംഗ് ആണ്. ആരും തെറ്റിദ്ധരിക്കണ്ട, ഈ ബഫലോ എനിക്ക് മാത്രമായിട്ടുള്ളതാണ്. അത് അവൾ കഴിക്കുന്നില്ല. ഡയറ്റാന്ന് പറഞ്ഞിട്ട് ബഫലോ കറി വെക്കുന്നു എന്ന് ആരും വിചാരിക്കണ്ട. ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല.
ഈ മഷ്റൂം കഴിക്കാറില്ല. മഷ്റൂം ബ്രോക്കോളി ഒന്നും കഴിക്കില്ല. പിന്നെ കുത്തി കയറ്റി ചീത്ത വിളിച്ചോണ്ടൊക്കെ കഴിക്കും ഒരു സ്പൂണ്. നീ ഇത് കത്തിക്കുമ്പോൾ തീ പിടിക്കൂ, തീ പിടിക്കൂ. ആദ്യത്തെ കത്തീരിന് ഞാൻ വെച്ചെൻ്റെ ക്യാമറ വരെ കത്തിപ്പോയി, അതുകൊണ്ട് കത്തിക്കും. എൻ്റെ ബാക്കി സാധനങ്ങളൊന്നും എന്തായി? നല്ല വേവണം. ഈ ഒരു സ്മെല്ല് ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല, എനിക്ക് പക്ഷേ ഇഷ്ടമാണ്. അബി ഈ സ്മെല്ലടിക്കുമ്പോൾ ഓടും. നമുക്ക് മറ്റേത് മാത്രമല്ല കേട്ടോ, വേറൊരാളും ഉണ്ട്, നമ്മുടെ അതിഥി. പുള്ളിക്കാരി റെസ്റ്റിലായിരുന്നു, ഡെലിവറി കഴിഞ്ഞിട്ടിരിക്കുമായിരുന്നു, അതുകൊണ്ട് ബിസിയായി. എപ്പോഴും കുഞ്ഞുങ്ങളെടുത്ത ഭർത്താവ് വന്നു, ഭാര്യയുടെ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. എന്താ അറ്റാക്ക് ചെയ്യും വരുമോ? നീ എന്തിനാണ് എൻ്റെ ഭാര്യയുടെ വീഡിയോ എടുക്കുന്നത്? ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലോട്ട് ഇച്ചിരി ഒലിവ് ഓയിൽ ഒഴിച്ച് അങ്ങ് അടച്ചു വെക്കും. ഡയറ്റ് ഫുഡ് റെഡി ആയിരിക്കുകയാണ്. ഇപ്പം പോത്തിനുണ്ടായിരുന്നല്ലോ. അതെല്ലാം വെന്ത് വരുമ്പോൾ ഇച്ചിരി മഷ്റൂം അല്ലേ. അയ്യോ പുകയായിപ്പോയി. ഇതെങ്ങനെയത് കാണിക്കുന്നത്? ബീഫ് വെന്ത് സെറ്റായിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെ കഴിക്കാൻ തോന്നും. ഇങ്ങനെ കഴിക്കാൻ പറ്റും. അല്ല, ഇങ്ങനെ ഉപ്പും ഒക്കെ ഇട്ട് കൊച്ചിയിൽ എന്തോ കുട്ടിൻ്റെ കൂടെ അങ്ങനെ എവിടെയോ അങ്ങനെ കഴിക്കുന്ന ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ട്. ഇത് മാത്രം കുരുമുളകും മസാലയൊക്കെ ഇട്ട് ബീഫ് ഇങ്ങനെ വെച്ച്. കൊച്ചിയിലേക്ക് അരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ടാസ്കാണ്, കഷ്ടപ്പെട്ട് കുത്തിയിരുന്നില്ല. മുളക് പൊടി കുറച്ചിടുന്നുള്ളൂ. കുരുമുളക് പൊടിയാണ് നമ്മൾ ഫുൾ യൂസ് ചെയ്യാൻ പോകുന്നത്. കുരുമുളക് പൊടി ഇതിപ്പോൾ എന്തോ ഗരം മസാല അല്ലേ? അല്ല, കൊറിയാൻഡർ പൗഡർ. നമ്മൾ ഗരം മസാല അതിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇച്ചിരി ഇട്ടാൽ ഭയങ്കര കുത്തലാവും. ഗരം മസാല ശരിയാണ്. കുരുമുളക് കൂട്ടത്തില്ലേ? കുരുമുളക് ഇപ്പം വേണ്ട. എന്താ കുരുമുളക് അതിലൊക്കെ ഇട്ടിട്ടുണ്ട്. ലാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. അല്ല, ചെക്ക് ചെയ്തിട്ട് ഇടാം. ഇതൊന്ന് വരണ്ട വരട്ടെ, എന്നിട്ട് ബീഫ് ആഡ് ചെയ്യാം. ഇപ്പൊ എല്ലാം തെറിച്ച് തലേ വീണു. വെള്ളം കൂടുതലാണ്. വറ്റി വരണം. ബീഫ് കറിയാവും. അതാ പറഞ്ഞത്. ലാസ്റ്റിൽ എങ്ങനെയാവുന്ന അതാണ് ഇതിൻ്റെ റിസൾട്ട്. അപ്പോൾ ബീഫ് കറിയാണോ, ഫ്രൈ ആണോ, റോസ്റ്റ് ആണോ, ഒലത്താണോ എന്നൊക്കെ ലാസ്റ്റ് പറയാം. ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇതിൻ്റെ റൈസ് കുക്കറിലിട്ടു. അപ്പം ബീഫ് ഫ്രൈ ആയി വരുമ്പോഴത്തേക്കിന് ചോറ് റെഡി ആവും. അങ്ങനെ നമ്മൾ ബീഫ് ഫ്രൈയിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല കുരുമുളകിട്ട് വരട്ടിയ ബീഫ് ഫ്രൈ ആവുന്നു. വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇപ്പം. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഇടയ്ക്ക് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടായിരുന്നു വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ. പിന്നീട് ഫ്രൈ ആയി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ജീരകം പൊടിച്ചു ചേർത്തു, പിന്നെ കുരുമുളകും ആഡ് ചെയ്തു ആവശ്യത്തിന്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈ സെറ്റായി വന്നിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട്. വാവ്. നമ്മുടേതായിട്ടുള്ള ചെറിയൊരു സ്റ്റൈലിലൊന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് ഇനി എത്ര പെട്ടെന്ന് കഴിച്ചാൽ മതി. കഴിക്കാനായിട്ട് റെഡിയാവുകയാണ്. നിങ്ങളുടെ നേരത്തെ ഉണ്ടാക്കി വെച്ചൊരു ചെറിയൊരു സാധനം ഉണ്ടായിരുന്നു, കച്ചിമോരും നല്ല ബീഫ് ഫ്രൈയും. ഇത് മില്ലറ്റ് അല്ലേ? മില്ലറ്റും പിന്നെ ബ്രോക്കോളി, മഷ്റൂം മുമ്പേ ഉണ്ടാക്കിയ സാധനം. ഇതൊക്കെയാണ് ഇന്നത്തെ ഞങ്ങളുടെ ഫുഡ്. അടിപൊളി.
അപ്പോൾ ബീഫും ചോറും ബ്രോക്കോളിയൊക്കെ കഴിച്ച് സെറ്റായി. ഇപ്പോൾ ഇവിടെ വെയിലൊക്കെ ഒന്ന് താന്ന് ചെറിയ ചൂടൊക്കെ കുറവുണ്ട്. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങും. ഞങ്ങളുടെ ബിസിനസ് ഡേ വാട്ടർ കനാൽ, ദുബായ് വാട്ടർ കനാൽ. അപ്പോൾ എന്തായാലും അവിടെ ചെന്നിട്ട് നമ്മളിപ്പോൾ ബിസിനസ് ബേയിൽ എത്തിയിരിക്കുകയാണ്. ബിസിനസ് ബേയിൽ നിന്നുള്ള ഖലീഫയുടെ വ്യൂ ആണ്. ഇത്രയും നാൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു വ്യൂ ഇപ്പോഴാണ്. എന്തായാലും നമ്മൾ പോയിരിക്കുന്നത് ദുബായ് വാട്ടർ കനാൽ, വാട്ടർ ക്രൂസ്. ഇവിടെ ഇങ്ങനെ ഒരു വെള്ളച്ചാട്ടമുണ്ട്, ഭയങ്കര ലൈറ്റൊക്കെ ഇട്ട് ഒരു ചെറിയ പാർക്ക് സെറ്റപ്പും. പിന്നെ കൂടെ നടുക്കൂടല്ലേ ക്രൂയിസ് പാസ് ചെയ്ത് പോലെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഇത് നിർത്തൂല്ലേ? ഇതിപ്പോൾ ഈ ഒരു കളറെ കുറച്ച് നേരമായിട്ട് എടുക്കുള്ളൂ. നമ്മൾ വരുന്ന ആ ടൈമിൽ വേറെ കളറുണ്ടാവും. ഇതിങ്ങനെയാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം. ഇതിങ്ങനെ വരുമ്പോൾ സെൻട്രലിലെ വാട്ടർ സ്റ്റോപ്പാവും. അതുകൊണ്ട് അഭി അവിടെ നിന്ന് കൈ കാണിക്കുന്നുണ്ട്. ലൈറ്റ് ഫുൾ ലൈറ്റ് ആയതുകൊണ്ട് അങ്ങനെ കാണത്തില്ല. ഇവിടെ ഇപ്പോൾ ക്രൂസ് പോയതുകൊണ്ട് ഇവിടെ എല്ലാം സ്റ്റോപ്പ് ചെയ്തു. നടന്നിരുന്നു. ഹ്യൂമിഡിറ്റി ഉണ്ട്, പക്ഷേ ഇനി എപ്പോഴാണ് സമയം എടുക്കുന്നത്? അല്ല, റെഡ് വരുന്നുണ്ട്. റെഡ് ലൈറ്റ് കത്തുമ്പോഴല്ലേ വെള്ളം വരുന്നത്. ഗ്രീൻ കത്തുമ്പോൾ നിൽക്കും. അത് ടാക്സിക്കാരൻ ഇതിന്റെ കറക്റ്റ് ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ട് ഇറങ്ങാതെ ചുറ്റി അപ്പുറത്തുണ്ട്. അവിടുന്ന് കിലോമീറ്ററോളം നടന്നിട്ട് ഇത് കാണുന്നില്ല. മെട്രോയുടെ അവിടുന്ന് വെറും 900 മീറ്ററോ 900 മെട്രോ ബ്രിഡ്ജ് നേരെ നടന്നു വന്നാൽ മതി. ബിസിനസ് ബേ പെട്രോൾ സ്റ്റേഷനിൽ ഇറങ്ങി. രണ്ട് ഈ റെഡ് ലൈറ്റ് കത്തുന്നതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഓരോ ഡാം തുറക്കുന്ന പോലെ ഓരോ തുറന്നില്ല. പക്ഷേ സമയം എടുക്കും. പക്ഷേ ഉടനെ കിട്ടില്ല. ഒറ്റ കളറല്ലേ ഉള്ളൂ ആകെ. പക്ഷെ ആ റെഡ് ലൈറ്റ് വേറെ അല്ലേ, വാണിംഗ് അല്ലേ, അല്ലാതെ വെള്ളം ഈ ഒറ്റ കളറല്ലേ ഉള്ളൂ. ആ ഓപ്പണേ അവിടുന്ന് ഓപ്പണേ. ആ പിന്നെ ഇങ്ങനല്ലേ നമ്മുടെ നാട്ടിൽ ഡാം റോഡ് കറക്റ്റ് അല്ലേ, ഷട്ടർ തുറക്കുന്നത്. മേളിൽ നിന്ന് വെള്ളം കാണത്തില്ല, പക്ഷെ ഭയങ്കര ഇതാ അല്ലെ, മഴ പെയ്യുമ്പോൾ പിന്നെ ചാറ്റടി അതുപോലെ വെള്ളം മൊത്തം. ഓക്കെ, അപ്പോൾ പോവാ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ നീ പറഞ്ഞു ഇനി രണ്ടുപേരും ഇവിടെ കാണിക്കപ്പെടുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി വീട്ടിൽ പോകണം. യൂണിയനിൽ ചേഞ്ച് ചെയ്തിട്ട് നാളെ ഡ്യൂട്ടിക്ക് പോകണം. ബൈ ഫ്രണ്ട്സ്, വെൽക്കം.